ആർട്ട് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ ആഡ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ടൂളുകൾ ഒരുപാടൊന്നും പരിചയപ്പെടുത്തുന്നില്ല എങ്കിലും ഇത്തരത്തിൽ ഒരു ന്യൂസ് പേപ്പർ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അതിൻ്റെ സൈസ്, അതിൻ്റെ ഫോണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കളർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഒരു ഡിസൈനർ എന്ന നിലക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ പരസ്യം വരുന്നത് പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വളരെ ചെറുതായിട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ ഡിസൈനിൽ കൊടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഫോണ്ട് ഒരുപാട് വലുതാക്കേണ്ടി വരും. ഈ ഒരു സമയത്ത് കൂടുതൽ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റുകൾ ആളുകൾ ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യാനാണ് ഇത്തരത്തിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഒട്ടുമിക്ക സമയത്തും ക്ലയൻറ്റ് നമ്മളോട് അതിൻ്റെ സൈസ് സെൻറ്റിമീറ്ററിലോ അതല്ലെങ്കിൽ ഇഞ്ചിലോ ഒക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ആ സൈസ് എടുത്തുകൊണ്ട് റെസൊല്യൂഷൻ 300 കൊടുത്തുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്താൽ മതിയാവുന്നതാണ്. എന്നാൽ ചില ആളുകൾ സൈസായിട്ട് നമ്മളോട് പറയുന്നത് ഒരു കോളം അതല്ലെങ്കിൽ 2 കോളം അതല്ലെങ്കിൽ 4 കോളം എന്നൊക്കെ ആയിരിക്കും. ഇവിടെ ഒരു കോളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം 4 സെൻറ്റിമീറ്റർ വീതിയും 5 സെൻറ്റിമീറ്റർ ഉയരവുമാണ്. പല പത്രങ്ങൾക്കും അനുസരിച്ച് ചെറിയ ചെറിയ പോയിന്റിൽ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൈസ് എടുത്തുകൊണ്ട് നമ്മുടെ ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് അത് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പത്രം അലൈൻ ചെയ്യുന്ന ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ 4 സെൻറ്റിമീറ്റർ വീതിയും 5 സെൻറ്റിമീറ്റർ ഹൈറ്റിലും ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഇത് റിയൽ ആയിട്ട് ചെയ്യാം എന്നുകൂടെ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പ് ആണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ പരസ്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇല്ലസ്ട്രേറ്ററോ അതല്ലെങ്കിൽ കോറൽഡ്രോ ഒക്കെ ആണ്. ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഷോപ്പിൽ ചെയ്താൽ മതിയാവുന്നതാണ്. ശേഷം അവർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് PDF ആയിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ശേഷം 4x5 എന്ന സൈസിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും ന്യൂ എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻറ്റിമീറ്റർ എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം വിഡ്ത്ത് എന്നെടുത്ത് 4 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഹൈറ്റ് എന്നെടുത്ത് 5 എന്നും ടൈപ്പ് ചെയ്തുകൊണ്ട് റെസൊല്യൂഷൻ എന്നെടുത്ത് 300 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ കളർ മോഡ് എന്നതിൽ നിന്നും ഗ്രേ സ്കെയിൽ എന്ന് സെലക്ട് ചെയ്യുന്നു. കാരണം നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരസ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേ സ്കെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത്. ശേഷം ക്രിയേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസിലായിട്ട് ഇതേപോലെ ഒരു പേജ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഈ പേജിനകത്തോട്ട് ഓരോ കാര്യങ്ങളും കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പരസ്യത്തിൻ്റെ കണ്ടന്റ് ക്ലയൻറ്റ് നമുക്ക് അയച്ചു തരുന്നത് ഈ രൂപത്തിലൊക്കെ ആയിരിക്കും. അത് നമ്മൾ ഒരു ഡിസൈനാക്കി മാറ്റേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ ടെക്സ്റ്റ് മുഴുവനും ടൈപ്പ് ചെയ്തിട്ടുള്ളത് കുറ്റിപ്പെൻസിൽ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിൽ നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്തുകൊണ്ട് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മുഴുവൻ ടെക്സ്റ്റും ഞാൻ ഇവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഓരോ കാര്യങ്ങളും കോപ്പി ചെയ്ത് നമ്മുടെ ഡിസൈനിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരസ്യത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യമായിട്ട് അതിൻ്റെ ഹെഡിങ് വരുന്നത് പുരയിടം വിൽപ്പനയ്ക്ക് എന്നാണ്. ശേഷം കോഴിക്കോട് ടൗണിൽ നിന്നും 2 കിലോമീറ്റർ മാറി 3 BHK വീട് വിൽപ്പനക്ക്. അതുപോലെ തന്നെ അതിൻ്റെ കോൺടാക്ട് നമ്പറും സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പുരയിടം വിൽപ്പനക്ക് എന്ന ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. സാധാരണയായിട്ട് ഒട്ടുമിക്ക വീഡിയോകളിലും ഷേപ്പ് ടൂൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഷേപ്പ് വരക്കാറുള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ മറ്റൊരു മെത്തേഡാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഈ ഒരു സെലക്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിന്നും റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ എന്ന ഈ സെലക്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം എത്രയാണോ നമ്മുടെ ഷേപ്പ് വരക്കേണ്ടത് ആ ഒരു ഏരിയ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഏകദേശം ഇത്ര ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹെഡിങ് കൊണ്ടുവരേണ്ടത്. ശേഷം മൗസിൽ നിന്നും വിരലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സെലക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെയർ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് ഇവിടെ കാണുന്നത്. ശേഷം ഈ ഒരു സെലക്ഷനെ പുതിയ ഒരു ലെയർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പുതിയ ലെയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് N എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. ശേഷം OK എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ ഒരു ലെയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലെയർ ബോക്സിൽ പുതിയ ഒരു ലെയർ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി ഈ ലെയറിന് നമ്മൾ കളർ ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കളർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൂൾ ബാറിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇതിൽ നിന്നും ഒരു പ്യുവർ ബ്ലാക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം ഈ ഒരു മൂലയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ബ്ലാക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം OK എന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം കീബോർഡിൽ Alt Backspace എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ നമ്മൾ എന്തൊരു കളറാണോ സെലക്ട് ചെയ്തത് ആ ഒരു കളർ നമ്മുടെ ഈ ഷേപ്പിനകത്തോട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ലെയർ ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ Ctrl+D എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ സെലക്ഷൻ ഒന്ന് ഒഴിവാക്കുന്നു. ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിനകത്തായിട്ട് നമ്മുടെ ടെക്സ്റ്റ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറ്റിപ്പെൻസിൽ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് തന്നെ പോകുന്നു. ശേഷം കൺവേർട്ട് എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ടു FML സീരീസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു രൂപത്തിൽ മാറിയിട്ടുണ്ടാവും. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് കോപ്പി ആയിട്ട് കിട്ടുന്നതാണ്. വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ എടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് നമുക്ക് പേസ്റ്റ് ആയിട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ പല രൂപത്തിലും ആയിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ സൈസും ഫോണ്ടും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇത് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. Ctrl+A എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. സൈസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സൈസ് 14 എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് 14 എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫോണ്ട് ഈ ഒരു രൂപത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ട്, അതായത് അതിൻ്റെ സ്റ്റൈൽ ഒന്ന് മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഫോണ്ടിൻ്റെ നെയിം നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന ഫോണ്ട് FML ഇന്ദുലേഖ എന്ന് പറയുന്ന ഫോണ്ടാണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് FML ഇന്ദുലേഖ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിൽ നിന്നും FML ഇന്ദുലേഖ ബോൾഡ് എന്ന ഈ ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇത് 2 ലൈനായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒരുപാട് കൂടുതലായിട്ടും കാണുന്നുണ്ട്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഈ ഐക്കണിന് നേരെയായിട്ട് ലൈൻ സ്പേസ് എത്രയാണോ വേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഒരു 10 എന്ന് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിലുള്ള സ്പേസ് 10 ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് തീരെ കാണുന്നില്ല, കാരണം അതിൻ്റെ ഫോണ്ടിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അതുകൊണ്ടാണ് കാണാത്തത്. ഞാനപ്പോൾ അതിൻ്റെ കളർ ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വൈറ്റ് കളർ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ആക്കി കൊടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് പോയിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ടെക്സ്റ്റിന് ഇടയിലുള്ള സ്പേസ് കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 0 എന്നാക്കി കൊടുക്കുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഈ 2 ടെക്സ്റ്റിനും ഇടയിലുള്ള സ്പേസ് വളരെ കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ 10 എന്ന് കൊടുത്തെടുത്ത് 12 എന്ന് കൊടുക്കാൻ പോവാണ്. ശേഷം കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. ശേഷം നമ്മുടെ ഈ ഒരു സ്പേസിനകത്തായിട്ട് മുഴുവനും അതിനെ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വലിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ വലിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ടെക്സ്റ്റ് വളരെ വലുതായിട്ട് തന്നെ നമ്മുടെ ഡിസൈനിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ അതിന് താഴെയായിട്ട് മറ്റു ടെക്സ്റ്റുകൾ കൂടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറ്റിപ്പെൻസിലിൽ നിന്നും ഈ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് കോപ്പി ചെയ്യുന്നു. ശേഷം വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോയിക്കൊണ്ട് ആ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു പാരഗ്രാഫ് രൂപത്തിലാണ് ഞാനിത് കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ പാരഗ്രാഫ് രൂപത്തിലുള്ള ടെക്സ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ ലഭിക്കുന്നതാണ്. ശേഷം കീബോർഡിൽ Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഇവിടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ വൈറ്റ് കളർ ആണ് സെലക്ട് ആയി കിടക്കുന്നത്, അതുകൊണ്ടാണ് കാണാത്തത്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+A എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ആവുന്നതായിരിക്കും. ശേഷം ഈ ഒരു കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു.
ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ സൈസ് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് 14 സൈസിലാണ് വന്ന് കിടക്കുന്നത്. ഞാനിപ്പോൾ ഒരു 12 ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ കുറച്ച് ടെക്സ്റ്റുകൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. കാരണം BHK എന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റാണ് നമ്മളവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇംഗ്ലീഷിലേക്ക് തന്നെ മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഭാഗം ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അതിൻ്റെ ഫോണ്ട് ഇവിടെ ഒന്ന് മാറ്റി കൊടുക്കാൻ പോവാണ്. ഇത്തരത്തിലുള്ള നോർമൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏരിയൽ എന്ന ഫോണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ശേഷം കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ആരോ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്ട് നമുക്ക് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആരോ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്ട് നമുക്ക് വലുതാക്കാനും സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ആരോ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണ്ട് ചെറുതാക്കുന്നു. ഏകദേശം ഈ ഒരു രൂപത്തിൽ ആക്കുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നമുക്ക് ഫിക്സ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി താഴെയായിട്ട് ഒരു ബോക്സ് കൊണ്ടുവന്ന് അതിനകത്തായിട്ട് നമ്പറും സ്ഥലവും കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ ബോക്സും ടെക്സ്റ്റും കൊണ്ടുവരുന്നതിന് പകരമായിട്ട് മുകളിലുള്ള ഈ ഏരിയയുടെ കോപ്പി എടുത്തുകൊണ്ട് അതേപോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും മൗസ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഏരിയ മാത്രമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കോപ്പി ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കീബോർഡിൽ ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു റേഷ്യോയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് നോക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ ഷേപ്പ് ഇത്രയും ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സൈസ് നമുക്കൊന്ന് ചെറുതാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് Ctrl+T എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതൊന്ന് ചെറുതാക്കാൻ പോവുകയാണ്. ഇങ്ങനെ ചെറുതാക്കുന്ന സമയത്ത് മുഴുവനായിട്ടും ഇതേപോലെ ചെറുതാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ Ctrl+Z എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പഴയ രൂപത്തിൽ തന്നെ ആക്കുന്നു. ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് ചെറുതാക്കാൻ പോവുകയാണ്. ഏകദേശം ഇത്ര ഭാഗത്തായിട്ടാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ശേഷം നമ്മുടെ നമ്പറും സ്ഥലവും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറ്റി പെൻസിലിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഇത് മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോപ്പി ആവുന്നതാണ്. വീണ്ടും ഫോട്ടോഷോപ്പിലേക്ക് തന്നെ വന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ശേഷം ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ആദ്യമായിട്ട് നമ്പർ എന്ന ടെക്സ്റ്റ് മാറിയിട്ട് മലയാളത്തിൽ ആയിട്ടുണ്ട്. അത് ഒന്ന് ഇംഗ്ലീഷിലേക്ക് തന്നെ മാറ്റുന്നു. അതിന് വേണ്ടിയിട്ട് ഇത്രയും ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണ്ട് നെയിം ഏരിയയിൽ തന്നെ കൊടുക്കുന്നു. ഇതിൻ്റെ സൈസും നേരത്തെ ചെയ്തതുപോലെ തന്നെ കീബോർഡിൽ Ctrl+ഉം ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ചെറുതാക്കാനാണ് പോകുന്നത്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ മുഴുവനായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പത്രത്തിലേക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന് ഒരു ബോർഡറും കൂടെ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ പല സമയങ്ങളിലും അവർ തന്നെ ബോർഡർ ഇടുന്നതായിരിക്കും. എന്തിനായാലും നമ്മുടെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ബോർഡറും കൂടെ ഞാനിവിടെ ഇടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ നേരത്തെ ഈ ഒരു ഷേപ്പ് വരച്ചത് ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ബോർഡറും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൂൾ ബാറിൽ നിന്നും ഈ ഒരു ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ എന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഡിസൈൻ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+ഉം ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് N എന്ന് പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ഒരു ലെയർ ആക്കി മാറ്റുന്നു. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ മൗസ് ഇതിനുള്ളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഈ ഒരു സ്ട്രോക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്ത് വിഡ്ത്ത് എന്നിടത്ത് നമുക്ക് 1 അതല്ലെങ്കിൽ 2 എന്നൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 എന്ന് കൊടുക്കുന്നു. ശേഷം കളർ എന്ന് ബ്ലാക്ക് എന്ന് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഇൻസൈഡ് എന്നാക്കി കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലായിട്ട് ഇതേപോലെ ഒരു മാർജിൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ശേഷം Ctrl+D എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ സെലക്ഷൻ ഞാൻ ഇവിടെ ഒഴിവാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു മാർജിനും കിട്ടിയിട്ടുണ്ട്. അത് പത്രത്തിൽ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഇതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയലാണ് ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോഷോപ്പ് ഫയൽ സേവ് ചെയ്യാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് നമുക്കിത് സേവ് ചെയ്യാവുന്നതാണ്. ഇവിടെ സേവ് ആസ് ടൈപ്പ് ചെയ്യുന്നിടത്ത് ഫോട്ടോഷോപ്പ് PSD എന്ന ഈ ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താം. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പേര് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ ആഡും ശേഷം അതിൻ്റെ സൈസും കൊടുക്കുന്നു. 4x5 ആണ്. ഇൻറ്റു എന്നതിന് പകരം കീബോർഡിൽ X എന്ന് പ്രസ് ചെയ്താൽ മതിയാവുന്നതാണ്. 4x5 എന്നാക്കി കൊടുക്കുന്നു. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. ഇവിടെ ഓക്കെ എന്ന് പ്രസ് കൊടുക്കുന്നു.
ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് ഫയൽ ഓപ്പൺ ആക്കിക്കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി പത്രത്തിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ PDF നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് ആസ് എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം സേവ് ആസ് ടൈപ്പ് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഫോട്ടോഷോപ്പ് PDF എന്ന് സെലക്ട് ചെയ്യുന്നു. നേരത്തെ നമ്മൾ PSD എന്നാണ് സെലക്ട് ചെയ്തത്, ഇപ്പോൾ PDF എന്നാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്യുന്നു. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെയും ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റി പ്രിൻ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ പ്രിസർവ് ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് കാപ്പബിലിറ്റീസ് എന്നതിലത്ത് ഇപ്പോൾ ടിക്ക് ആയിട്ടാണ് കിടക്കുന്നത്, അവിടെ ടിക്ക് ഇല്ലാതാക്കി കൊടുക്കുന്നു. ശേഷം സേവ് PDF എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ PDF ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് പോയിക്കൊണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പരസ്യം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് സൂം ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഒരു ന്യൂസ് പേപ്പർ ആഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആഡ് ഇതേപോലെ ക്ലയൻറ്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണോ പത്രത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.